കഴിഞ്ഞ തവണ അവസാന നിമിഷം കൈവിട്ടുപോയ കപ്പ് ഇത്തവണ എന്തു വില കൊടുത്തും നാട്ടിലെത്തിക്കാനുള്ള പടയൊരുക്കത്തിലാണ് കേരളത്തിന്റെ മഞ്ഞപ്പട. ഇംഗ്ലീഷുകാരനായ കോച്ച് പീറ്റർ ടെയ്ലർ അതിനൊത്തുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു. തുടക്കത്തിൽ അതീവ രഹസ്യമായാണ് ബ്ലാസ്റ്റേഴ്സ് ടീം പരിശീലനം നടത്തിയത്. ഇന്ന് മാത്രമാണ് മാധ്യമങ്ങൾക്ക് പോലും പരിശീലന ഗ്രൗണ്ടിലേക്ക് പ്രവേശനം അനുവദിച്ചത്. എതിരാളികൾക്ക് ഊഹങ്ങൾക്ക് പോലും സാധ്യത നൽകാതെ അത്രമാത്രം രഹസ്യ സ്വഭാവത്തോടെയാണ് പീറ്റർ ടെയ്ലറിന്റെ ഓരോ നീക്കങ്ങളും. കളിക്കാരും തന്ത്രങ്ങളെക്കുറിച്ച് ഒന്നും വിട്ടുപറയാൻ തയ്യാറല്ല. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിച്ച മുഹമ്മദ് റാഫിയും CK വിനീതുമാണ് ടീമിലെ മലയാളി സാന്നിധ്യം. ഇരുവരും വിജയപ്രതീക്ഷകൾ പങ്കുവച്ചു. പരിശീലനം തുടങ്ങി 2 ആഴ്ച ആയതേ ഉള്ളൂ. ഇപ്പം കുഴപ്പമില്ല, 2 മാച്ച് കളിച്ചു. നമ്മൾ 2 മാച്ചും വിജയിച്ചു. നന്നായിട്ട് കളിക്കാൻ പറ്റി എല്ലാവർക്കും. പിന്നെ ഫിറ്റ്നസ് എല്ലാവർക്കും വരുന്നതേ ഉള്ളൂ. 2 ആഴ്ചയിൽ തുടങ്ങിയിട്ടുള്ളൂ പ്രാക്ടീസ്. ഇനിയിപ്പം കണ്ടിന്യൂ മാച്ച് വരുമ്പോൾ മാച്ച് ഫിറ്റ്നസ്സും കൂടെ വരും. നല്ല എൻജോയ്മെൻ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ അധികം ടഫ്നെസ്സോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഫിറ്റായി വരുന്നത്ര ഇഷ്ടംപോലെ പ്രാക്ടീസ് മാച്ച് കളിക്കുന്നുണ്ട്. അവരിപ്പോൾ 2 കഴിഞ്ഞു, എന്നും അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ എല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നല്ല പ്രതീക്ഷയാണ്, നല്ല കോൺഫിഡൻസ് ആണ്. എല്ലാവരും നല്ലോണം ചെയ്യുന്നതാണ് ഇപ്രാവശ്യം വിചാരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനം പുരോഗമിക്കുന്നത്. ദിവസവും രാവിലെയാണ് ടീം പരിശീലനം നടത്തുന്നത്. പരിശീലനത്തിന് മുമ്പും ശേഷവും ടീമംഗങ്ങൾ ജിമ്മിൽ പരിശീലിക്കണമെന്നതും കോച്ചിന് നിർബന്ധമാണ്. പരിശീലന മത്സരത്തിൽ KCBയെ 10 ഗോളുകൾക്ക് തകർത്തത് ടീമംഗങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.